അങ്ങനെ ഡോക്ടർ ചാ അവരുടെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവർ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് നോക്കുമ്പോഴേക്കും അവരുടെ പേരിൽ കുറച്ച് പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനുള്ളിൽ കുറച്ച് ഫോട്ടോസ് ആയിരുന്നു. ആ ഫോട്ടോസ് കാണുന്ന ഡോക്ടർ ചാ ഞെട്ടിപ്പോവാണ്. കാരണം ഡോക്ടർ ചായയും കൂടാതെ റാഹിയും കൂടെ കൂടിയിട്ട് ചെയർമാൻ ബങ്ങിനെ ആ ഒരു ബ്രിഡ്ജിൽ നിന്നെടുത്ത് താഴെ ഇടുന്നതിൻ്റെ എവിഡൻസ് ആയിരുന്നു ഉള്ളിലുണ്ടായിരുന്നത്. അവരത് ശരിക്കും ഒന്ന് കണ്ട് അതൊന്ന് പ്രോസസ്സ് ചെയ്യാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ആ ഒരു സമയത്തിനുള്ളിൽ ആരോ പിന്നിൽ നിന്ന് വന്ന് അവരെ ബോധം കെടുത്തി ഇടുകയാണ്. ബോധം വരുന്ന ഡോക്ടർ ചാ നോക്കുമ്പം അവരുടെ കണ്ണും കെട്ടി കൂടാതെ കൈയൊക്കെ കെട്ടി ഇട്ടേക്കാണ്. അങ്ങനെ ചെയ്ത ആൾ അവരോട് ഡോക്ടർ ചായയുടെയും മിസ്റ്റർ ബങ്ങിൻ്റെയും റിലേഷൻഷിപ്പിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അത് ശരിക്കും അതാരാണെന്ന് അറിയാതിരിക്കാനായിട്ടായിരുന്നു ഡോക്ടർ ചായയുടെ കണ്ണ് അയാൾ കെട്ടിയിരുന്നത്. പക്ഷേ ഡോക്ടർ ചായയ്ക്ക് അയാളുടെ സൗണ്ട് കേട്ടിട്ട് മനസ്സിലാവുകയാണ് അത് ചെയ്തത് നാമായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഡോക്ടർ ചായയ്ക്ക് തന്നെ മനസ്സിലായെന്ന് അറിഞ്ഞപ്പോൾ നാമ ഡോക്ടർ ചായയുടെ കണ്ണിലുണ്ടായിരുന്ന ആ കെട്ടങ്ങ് മാറ്റി കൊടുക്കുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, നീ എന്തിനാ എനിക്ക് ഈ ഒരു എൻവലപ്പ് അയച്ചു തന്നെ? സത്യത്തിൽ നാമ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു എൻവലപ്പ് അയാൾക്കും എത്തിയിട്ടുണ്ടായിരുന്നു. അയാൾ കരുതിയത് ഡോക്ടർ ഷാ അയച്ചതാണ്. പക്ഷേ അവർ പറയുന്നത് ഞാനങ്ങ് അയച്ചിട്ടില്ല, എനിക്കും അതുപോലെ തന്നെ ഒരു എൻവലപ്പ് വന്നിട്ടുണ്ട്, എൻ്റെ ബാഗ് തുറന്ന് നോക്ക് എന്ന് പറയുകയാണ്. അങ്ങനെ ബാഗ് തുറന്ന് നോക്കുന്ന നാം ആ ഒരു എൻവലപ്പിനുള്ളിൽ ആ ഫോട്ടോസൊക്കെ കാണുകയാണ്. ആ ഫോട്ടോസ് കണ്ട് ഞെട്ടിപ്പോയിട്ട് നാം ചോദിക്കുകയാണ്, അപ്പോൾ ചെയർമാൻ ബങ്ങിനെ നീയാണോ കൊന്നത്? ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ ഞാൻ നിൻ്റെ സൈഡിലാണെന്ന്? അങ്ങനെ ഡോക്ടർ ഷാ ചോദിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് ജീമാനെ കാണാൻ വന്ന റാഹിയാണ്. ജീമാൻ റാഹിയുടെ അടുത്ത് ചോദിക്കുകയാണ്, നിനക്ക് നിൻ്റെ മോള് ദാമി ഇന്നസെൻ്റ് ആണെന്ന് അറിയാമായിരുന്നല്ലോ, അവൾ പ്രഗ്നൻ്റ് അല്ലായിരുന്നു നിനക്കറിയായിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് നീ അവളുടെ കാര്യത്തിൽ മിണ്ടാതിരുന്നത്? അവൾക്ക് വേണ്ടി സംസാരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അതിന് മറുപടി ഒന്നും പറയാതെ റാഹി നേരെ മുട്ടുകുത്തിയിരുന്ന് സഹായം അപേക്ഷിക്കുകയാണ്. എങ്ങനെയെങ്കിലും എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ആ ഒരാൾ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്നെ സഹായിക്കണം. ജീമാൻ അസമയം ചോദിക്കുകയാണ്, ഞാനെന്തിനാണ് നിന്നെ സഹായിക്കുന്നത്? റാഹി ചോദിക്കുകയാണ്, എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ എവിടേക്ക് വിളിച്ചു വരുത്തിയത്? എനിക്കറിയാം നിങ്ങളും ഇതിനെല്ലാത്തിനും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ നാം മിസ്റ്റർ ലിയെ ഒരു ഡ്രഗ്സിൻ്റെ കേസിൽ കുടുക്കിയിരുന്നത്? ഇതെല്ലാം നിങ്ങൾ ആ കെ എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി ചെയ്തതാണോ? കെയുടെ പേര് കേട്ട ജീമാൻ പെട്ടെന്നൊന്നും വിജിലൻ്റ് ആവാണ്. കെയുടെ പേര് അങ്ങനെ ചുമ്മാ ഒക്കെ വലിച്ചിട്ടിട്ട് നിനക്കെന്താ മരിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് വളരെ സീരിയസ് ആയിട്ട് തന്നെ ജീമാൻ റാഹിയുടെ അടുത്ത് ചോദിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞിട്ടും റാഹിക്ക് വലിയ കുലുക്കൊന്നുമില്ലെന്ന് കാണുന്ന ജീവൻ പറയാണ്, എനിക്ക് നിൻ്റെ ഗട്ട്സ് ഇഷ്ടപ്പെട്ടു. നിൻ്റെ അടുത്തൊരു തമാശ കൂടി ഞാൻ പറയട്ടെ, ചെയർമാൻ ബങ്ങും ജീവിച്ചിരിപ്പുണ്ട്. ഇത് കേട്ട റാഹി ശരിക്കും ഞെട്ടിപ്പോവാണ്. ശരിക്കും ഡോക്ടർ ചായം അവരും കൂടി അന്ന് സംസാരിച്ചെങ്കിലും ഇത് ഒരു സത്യമായിരിക്കും എന്നുള്ള കാര്യത്തിൽ റാഹിക്ക് അധികം ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് സത്യമാണെന്ന് കേട്ടപ്പം ശരിക്കും അവർ ഞെട്ടിപ്പോവാണ്. ഇതറിഞ്ഞ ഉടനെ തന്നെ റാഹി ചോദിക്കുകയാണ്, അയാൾ എവിടെയാണ് ഉള്ളതെന്ന്. പക്ഷേ ജീമാനൊന്നും പറയുന്നില്ല. എന്നിട്ട് പറയാണ്, നീ ഒളിക്കാനായിട്ടുള്ള ബെസ്റ്റ് സ്ഥലം കണ്ടുപിടിച്ചോ, അതായിരിക്കും നല്ലത്. അങ്ങനെ ജീമാനെ കണ്ടിട്ട് ഇറങ്ങുന്ന റാഹി എല്ലാവർക്കും മെസ്സേജ് ഇടുകയാണ്, എല്ലാവരും കാണാനായിട്ട് ഇന്ന സ്ഥലത്ത് ഒരുമിച്ച് എത്തണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവിടെ ആ ഒരു 7 പേർക്കും ആ ഒരു എൻവലപ്പ് കിട്ടിയിരുന്നു. ഇപ്പോൾ റാഹിക്കും കിട്ടുകയാണ്. റാഹിക്ക് കിട്ടിയ ആ ഒരു എൻവലപ്പിനുള്ളിൽ അവളുടെ ബാംഗിൾസ് ആ ഒരു വളയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ഐലൻഡിൽ വെച്ച് ആ ഒരു ചെളിക്കുഴിയിൽ വീണ സമയത്ത് ഒരാളെ കൊല്ലാനായിട്ടായിരുന്നു റാഹി ആ ഒരു വള ഉപയോഗിച്ചിരുന്നത്. മിസ് ഗോയ്ക്ക് കിട്ടിയിരുന്ന എൻവലപ്പിൽ അവർ ആ ഒരു ഹൈസ്കൂളിൽ ടീച്ചറായിരുന്ന സമയത്ത് അഫെയർ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ആ ആളുടെ കൂടെ എടുത്തൊരു ഫോട്ടോ ആയിരുന്നു. പിന്നീട് ജിൻമോയുടെ എൻവലപ്പാണ് കാണിക്കുന്നത്. അതിനുള്ളിൽ ജിൻമോ ആരെയോ കൊല്ലുന്നതായിട്ടുള്ളൊരു ഫോട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഹൺമോണിയുടെയാണ് കാണിക്കുന്നത്. ഹൺമോണിയുടെ എൻവലപ്പിൽ അവളുടെ ഫാമിലി ഫോട്ടോ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേ ഫാമിലിയാണ് ലോകത്തിന് മുന്നിൽ നിന്ന് അവൾ ഒളിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്, ഓരോ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട്. പിന്നീട് എല്ലാവരും തന്നെ ഡോക്ടർ ചായുടെ ഹോസ്പിറ്റലിൽ കൂടുകയാണ്. എല്ലാവരോടുമായിട്ട് റാഹി പറയാണ്, മിസ്റ്റർ ബാങ് ജീവിച്ചിരിപ്പുണ്ട്. ആ സമയത്ത് എല്ലാവരും ആലോചിക്കുകയാണ്, അയാൾ ഇത്രയും നാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ 5 വർഷമായിട്ടും അയാളുടെ ഒരു വിവരം ഉണ്ടായിരുന്നില്ലല്ലോ. അത് കേട്ട് നാം പറയാണ്, ചിലപ്പോൾ അയാൾ മിസ്റ്റർ ലീയുടെ കൂടെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അത് കേട്ട സമയത്ത് ജിൻമോയ്ക്ക് പെട്ടെന്നൊരു കാര്യം സ്ട്രൈക്ക് ആവുകയാണ്. അവൻ മിസ്റ്റർ ലീയുടെ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യാനായിട്ട് ജയിലിൽ പോയ സമയത്ത് മിസ്റ്റർ ലീയുടെ മുഖം പോലും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എല്ലാവരോടുമായിട്ട് അവൻ പറയുകയാണ്, മിസ്റ്റർ ലീക്ക് പകരം ജയിലിൽ കിടക്കുന്ന മിസ്റ്റർ ബങ് ആയിരിക്കും. അതാണ് എനിക്കന്ന് അയാളുടെ മുഖം കാണാനായിട്ട് അയാൾ സമ്മതിക്കാതിരുന്നത്. അപ്പം എല്ലാവരും ശരിക്കും ആലോചിക്കുകയാണ്, മിസ്റ്റർ ലീയുടെ സ്ഥാനത്ത് ജയിലിൽ കിടക്കുന്ന മിസ്റ്റർ ബങ് ആണെന്നുണ്ടെങ്കിൽ ലീ എന്തായാലും പുറത്ത് കാണുമല്ലോ, അയാളായിരിക്കും ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരു ചെറിയൊരു ഭീതിയോടെ തന്നെ അവരത് ഓർക്കുകയാണ്. സീൻ കട്ടാക്കി നേരെ ജയിലിൽ ഒരു സീൻ കാണിക്കുകയാണ്. 5 വർഷത്തിന് ശേഷം മിസ്റ്റർ ബങ്ങിനെ കാണാനായിട്ട് മാത്യു ലീ വന്നിരിക്കുകയാണ്. നിങ്ങളെ എത്രയും പെട്ടെന്ന് അടുത്ത ദിവസം തന്നെ ഈ ജയിലിൽ നിന്ന് ഞാൻ പുറത്തിറക്കും എന്ന് മിസ്റ്റർ ബങ്ങിന് വാക്ക് കൊടുക്കുകയാണ് മാത്യു. പിന്നീട് വീണ്ടും ആ 7 പേരെ കാണിച്ചിട്ട് അവരുടെ ഡിസ്കഷൻ കാണിക്കുകയാണ്. അവരിങ്ങനെ ആലോചിക്കുകയാണ്, മിസ്റ്റർ ബങ്ങിനും മിസ്റ്റർ ലീക്കും തനിയെ ഇതെന്തായാലും ചെയ്യാൻ കഴിയില്ല, അവർക്ക് എന്തായാലും എക്സ്റ്റേണൽ സപ്പോർട്ട് ഉണ്ടാവും.
അപ്പോൾ ഡോക്ടർ ഷാ പറയാണ് ഉറപ്പായിട്ടും മിസ്റ്റർ ബങ്ങിൻ്റെ മാനേജറായിട്ടുള്ള ആൾ ഉറപ്പായിട്ടും സഹായിക്കുന്നുണ്ടാവും. അയാളുടെയും കൂടെ സഹായത്തോടെ കൂടിയായിരിക്കും അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നീട് എല്ലാവരോടുമായിട്ട് ദോഹ്യൂക്ക് അവൻ്റെ ഒരു പ്ലാൻ പറയുകയാണ്. ആ ഒരു പ്ലാൻ കൊണ്ട് അവരുടെ വഴിയിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും മാറ്റാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാണ് ആ ഒരു പ്ലാൻ അവരുടെ അടുത്ത് അവൻ പറയുന്നത്. അങ്ങനെ ആ ഒരു പ്ലാൻ അനുസരിച്ച് അവർ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. നാം ജയിലിലെ ഒരു വാർഡനായിട്ട് അവിടെ വേഷം കെട്ടി ചെല്ലുകയാണ്. അതിനുശേഷം പ്രിസണേഴ്സിനൊക്കെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ചെയർമാൻ ബങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പം ഒരു വെള്ളം അയാൾക്ക് വെച്ച് കൊടുക്കുകയാണ്. ആ വെള്ളത്തിനുള്ളിൽ ഡ്രഗ്സ് കലർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വെള്ളം കുടിച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ ബോധം പോവുകയാണ്. അദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ എല്ലാവരും ആശുപത്രിയിലേക്ക് എത്തിക്കുന്നുമുണ്ട്. നാം ഇപ്പോഴും ആ ഒരു ജയിലിൽ തന്നെ ഉണ്ടായിരുന്നു. ചെയർമാൻ്റെ കാര്യം ഒരു വാർഡനെ വിളിച്ച് പറയുന്നത് നാം ശരിക്കും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീട് ചെയർമാൻ ബങ്ങിനെ കൊണ്ടുവന്ന ഒരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ആ ഹോസ്പിറ്റലിൽ ഓൾറെഡി തന്നെ അവർ 4 പേര് എത്തിയിട്ടുണ്ടായിരുന്നു. റാഹിയും ഡോക്ടർ ചായയും പിന്നെ ഹൻമുനിയും കൂടാതെ മിസ് ഗോയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. റാഹി ഈ സമയത്ത് ദോഹ്യൂക്ക് എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഹൻമുനി പറയാണ് അവനെ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോയേക്കാണ്, അതിനുശേഷം അവനിവിടെ എത്തിക്കോളും. ഡോക്ടർ ചാ ആ സമയത്ത് മിസ് ഗോയ്ക്കും ഹൻമുനിക്കും മിസ്റ്റർ ലീയെ തിരിച്ചറിയാനായിട്ട് ഒരു ഫോട്ടോ അയാളുടെ കൊടുക്കുകയാണ്. ശരിക്കും ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു മുഖമായിരുന്നു. ചെയർമാൻ ബങ്ങിനെയാണ് പിന്നീട് കാണിക്കുന്നത്. ജിൻമോ അവിടെ ഒരു ഡോക്ടറായിട്ട് വേഷം മാറി വന്നതിന് ശേഷം മിസ്റ്റർ ബങ്ങിനെ ഒറ്റയ്ക്ക് കിട്ടിയ സമയത്ത് അദ്ദേഹത്തെ ബോധം കെടുത്തി അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ്. ചെയർമാൻ ബങ്ങിൻ്റെ വിവരം അറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മാനേജർ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്ന ജിൻമോയും നാമും കൂടി ആ ഒരു മാനേജറിനെയും കൂടാതെ ജയിലിലുണ്ടായിരുന്ന ആ ഒരു കോൾ വിളിച്ച് പറഞ്ഞിരുന്ന ആ ഒരു വാർഡനെയും കൂടി കൂട്ടിയിട്ട് ഒരു വെയർ ഹൗസിലിട്ടിട്ട് തല്ലുന്നതായിട്ടാണ്. അവർ തല്ലിയിട്ട് മിസ്റ്റർ ലീയുടെ ഇൻഫർമേഷൻ ചോദിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് മാനേജർ പറയുന്നത് മിസ്റ്റർ ലീ ജയിലിലല്ലേ ഉണ്ടാവേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. കൂടാതെ ആ വാർഡൻ പറയാണ് എനിക്കൊന്നും അറിയില്ല, ചെയർമാൻ്റെ ന്യൂസ് വിളിച്ച് പറയാനായിട്ട് മാത്രമായിരുന്നു എനിക്ക് പൈസ തന്നുകൊണ്ടിരുന്നത്, വേറൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരെയും വീണ്ടും അവർ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അവിടേക്ക് വേറെ കുറേ ആൾക്കാർ വന്നിട്ട് ജിൻമോയുടെ ആൾക്കാരെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പം ആ ഒരു മാനേജറിനെയും വാർഡനെയും കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് പോലെ തന്നെ ജിൻമോയെയും നാമിനെയും ആ വന്ന ആൾക്കാർ കെട്ടിയിട്ട് തല്ലുകയാണ്. ആ വന്ന ആൾക്കാരിൽ ഒരാളെ ജിൻമോ തിരിച്ചറിയുകയാണ്. അത് കങ്ങിൻ്റെ ആൾക്കാരായിരുന്നു എന്നുള്ള കാര്യം അവന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയാണ്. അങ്ങനെ ഇവരെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മാത്യുവിനെയാണ് പിന്നീട് കാണിക്കുന്നത്. ആ സമയത്താണ് ആ ഒരു ജയിലിൽ നടന്ന വേറെ കുറച്ച് കാര്യങ്ങളും കൂടി നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ ജയിലിൽ നിന്ന് നിങ്ങളെ ഞാൻ ഉറപ്പായിട്ടും പുറത്തെടുക്കും എന്ന് മാത്യു പറഞ്ഞതിന് ശേഷം മാത്യു വേറൊരു കാര്യം കൂടി ചെയർമാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ടും ആ 7 പേര് ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം ഇവിടെ വന്നിട്ട് നിങ്ങൾ ഡ്രഗ്സ് തന്നിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ആൻറ്റിഡോട്ട് എടുത്തോളൂ. ആ ഒരു ഡ്രഗ്സ് എങ്ങാനും ഓവർഡോസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവന് ആപത്തൊന്നും ഇല്ലാതെ രക്ഷിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആൻറ്റിഡോട്ടും കൂടി ചെയർമാനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കീത്താക്ക് മാത്യുവിനെ വാൺ ചെയ്യുകയാണ്, നീ ശരിക്കും സൂക്ഷിക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന നീയാണെന്ന് അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല, നമ്മൾ വിചാരിക്കുന്ന ഒരു പ്ലാനും നടക്കില്ല. അങ്ങനെ അതിനുശേഷം ചെയർമാൻ ബങ് കിടന്നിരുന്ന റൂമിലേക്ക് ഒരു നഴ്സിൻ്റെ വേഷം മാറിയിട്ട് ഡോക്ടർ ഷാ എത്തുകയാണ്. ആ ഒരു സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് ബോധം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർ ഷാ ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ നേരെ അയാളോട് ചെന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ ആ പൈസ എവിടെയാണ് വെച്ചതെന്ന്. ചെയർമാൻ അത് പറയില്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ടത് പറയിക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്ന ഒരു ഇഞ്ചക്ഷൻ പുറത്തേക്ക് എടുക്കുകയാണ്. അത് കുത്തിവെക്കാനായിട്ട് തുടങ്ങുന്നതും ആ ഒരു റൂമിൽ തന്നെ ഉണ്ടായിരുന്ന അലമാരിയിൽ നിന്ന് ഒരാൾ ചാടി ഇറങ്ങി വന്നിട്ട് ഡോക്ടർ ഷായെ അറ്റാക്ക് ചെയ്യുകയാണ്. അവരുടെ കണ്ണിലേക്ക് പെപ്പർ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് അവരൊരു മൂലയ്ക്ക് കൊണ്ട് ഇരുത്തുകയാണ് ആ ആൾ. എന്നിട്ട് ഡോക്ടർ ഷായുടെ ഫോൺ എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് ഗ്രൂപ്പിലുണ്ടായിരുന്ന ബാക്കി 6 പേർക്കും ഒരുമിച്ച് മെസ്സേജ് ഇടുകയാണ്. അതായത് ചെയർമാൻ ബങ് മരിച്ചു കഴിഞ്ഞു, ആർക്കും സംശയം തോന്നാതിരിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലിറങ്ങാമെന്ന്. അതിനുശേഷം ആ ഒരു അജ്ഞാതനായ മനുഷ്യൻ നേരെ ആ ഒരു ചെയർമാൻ ബങ്ങിനെ എടുത്തിട്ട് വിൻഡോയുടെ പുറത്തുകൂടി ഇറങ്ങാണ്. അവിടെ ഓൾറെഡി ഒരു ബൈക്ക് ആ ആൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബൈക്കിൽ മിസ്റ്റർ ബങ്ങിനെ ഇരുത്തിക്കൊണ്ട് പോലീസിലേക്ക് കണ്ണു വെട്ടിച്ച് നേരെ പോവാണ് ആ ആൾ. അങ്ങനെ ഡോക്ടർ ചായുടെ മെസ്സേജ് കിട്ടിയതിന് ശേഷം റാഹിയും ഹൻമുനിയൊക്കെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിലിറങ്ങാണ്. അപ്പോഴാണ് എങ്ങനെയൊക്കെയോ ബോധം വന്ന ഡോക്ടർ ചാ അവരെ വിളിച്ചിട്ട് പറയുന്നത് വേറൊരാൾ ഓൾറെഡി ഈ മുറിയിലുണ്ടായിരുന്നു, ആ ആളാണ് എൻ്റെ ഫോൺ എടുത്ത് മെസ്സേജ് അയച്ചത്, അയാൾ മിസ്റ്റർ ബങ്ങിനെ കൊണ്ട് ഇവിടുന്ന് കടന്നു കളഞ്ഞു എന്നിട്ട് പറയാണ്. അങ്ങനെ ആ ഒരു സമയത്തിനുള്ളിൽ നാമും ജിൻമോയും ആ ഒരു ആൾക്കാരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. റാഹി അങ്ങനെ അവരോട് ചെയർമാനെ കൊണ്ട് ഒരാൾ പോയി എന്നൊരു ന്യൂസ് പറയുകയാണ്. അവരത് കേട്ടിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബൈക്ക് ഓടിക്കുന്ന ആൾ നേരെ ഒരു സ്ഥലത്തേക്ക് ബൈക്ക് കൊണ്ട് നിർത്തുകയാണ്. അവിടെ ഓൾറെഡി മിസ്റ്റർ ബങ്ങിനെ കൊണ്ടുപോകാനായിട്ട് 2 കാറ് വന്ന് ഇരിപ്പുണ്ടായിരുന്നു.
ആ ആൾ ആരാണെന്ന് ആരെങ്കിലും ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇവിടെ ആണ് ഒരു ട്വിസ്റ്റും കൂടെ റിവീൽ ആവുന്നത്. ആ ആൾ വേറെ ആരും ആയിരുന്നില്ല, ദോഹ്യുക്ക് ആയിരുന്നു. ദോഹ്യുക്ക് സത്യത്തിൽ മാത്യുവിനും കങ്ങിനും വേണ്ടിയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ മാത്യു ആ ഒരു സമയത്ത് ദോഹ്യുക്കിനെ വിളിച്ചിട്ട് പറയാണ്, ചെയർമാനെ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് എത്തിക്ക്, എന്നിട്ട് പെട്ടെന്ന് തന്നെ നീ അവരുടെ അടുത്തേക്ക് പോ, ഇല്ലെങ്കിൽ നിൻ്റെ കാര്യത്തിൽ അവർക്ക് സംശയമാകുമെന്ന്. അതിനുശേഷം ദോഹ്യുക്കിൻ്റെ ആ ഒരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. അങ്ങനെ സ്വന്തം അമ്മയും അനിയനും ആ ഒരു തീപിടുത്തത്തിൽ മരിച്ചു പോയതിനു ശേഷം ദോഹ്യുക്ക് ശരിക്കും ഡിപ്രഷനിലായിരുന്നു. അങ്ങനെ വെറുതെ കള്ളൊക്കെ കുടിച്ച് വളരെ നശിച്ചു പോകുന്ന രീതിയിലായിരുന്നു ദോഹ്യുക്ക് നടന്നിരുന്നത്. അങ്ങനെ ഒരു ദിവസം അങ്ങനെ റോഡിലൂടെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവനൊരു ആക്സിഡൻറ്റ് വരേണ്ടതായിരുന്നു. പക്ഷേ കൃത്യസമയത്ത് മാത്യു എത്തിയതുകൊണ്ട് തന്നെ ദോഹ്യുക്ക് ആ ഒരു ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ മാത്യു ദോഹ്യുക്കിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. മാത്യു ശരിക്കും മിസ്റ്റർ ലീ ആണെന്ന് അറിഞ്ഞ ദോഹ്യുക്ക് ശരിക്കും മാത്യുവിനെ എടുത്തിട്ട് അടിക്കുകയാണ്. കാരണം മാത്യുവിൻ്റെ വൈഫ്, അതായത് മിസ്റ്റർ ലീയുടെ വൈഫ് കാരണമാണ് അവൻ്റെ അമ്മയും അനിയനും മരിച്ചത് എന്നൊരു തെറ്റിദ്ധാരണ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു അവൻ അങ്ങനെ ചെയ്തത്. പക്ഷേ അതേസമയം മാത്യു ആ ഒരു ടിക്കറ്റൊക്കെ ആപ്പിൽ സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്നു എന്ന ഉപഭോക്താക്കൾക്ക് ഉറപ്പ് കൊടുക്കുന്ന പക്ഷേ അതേസമയം മാത്യു ആ ഒരു ടിക്കറ്റൊക്കെ ആപ്പ് എടുത്തിട്ട് കുറച്ച് ആൾക്കാരുടെ ചാറ്റ് വായിച്ച് കൊടുക്കുകയാണ് ദോഹ്യുക്കിന്. ആ ഒരു ചാറ്റ്സ് പറഞ്ഞ ആൾക്കാരായിരുന്നു ശരിക്കും ഈ ഒരു കൊലയ്ക്ക് പിന്നിൽ. അവിടെ തീയിട്ട ആൾക്കാരുടെ ചാറ്റായിരുന്നു അത്. ആ ഒരു ചാറ്റ് വായിക്കുന്നതിലൂടെ ദോഹ്യുക്കിന് മനസ്സിലാവുകയാണ് ആ ഒരു തീപിടുത്തത്തിൽ പ്രധാന പങ്ക് ജിൻമോയുടെ ആയിരുന്നു എന്നുള്ള കാര്യം. ജിൻമോ അവൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങൾ മൊത്തം കള്ളത്തരമാണെന്നുള്ള കാര്യം ദോഹ്യുക്ക് ആ ഒരു നിമിഷം മനസ്സിലാക്കുകയാണ്. ദോഹ്യുക്കിന് ശരിക്കും അപ്പം തന്നെ ജിൻമോയെ പോയിട്ട് കൊല്ലണമെന്നുണ്ടായിരുന്നു. പക്ഷെ മാത്യു തടയുകയാണ് അവനെ. നീ ഇപ്പം എടിപിടിയെന്ന് ചെന്നിട്ട് അവൻ എന്തെങ്കിലും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ പ്ലാനുകൾ ഒന്നും നടക്കില്ല. ശരിക്കും ജിൻമോ അല്ല ഇതെല്ലാം ചെയ്യുന്നത്. ജിൻമോയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന മറ്റൊരാൾ, ഒരു മാസ്റ്റർ ബ്രെയിൻ എവിടെയോ ഇരിപ്പുണ്ട്. അയാളെ കണ്ടുപിടിച്ച് വകവരുത്തുകയാണ് നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. പിന്നീട് ആ ഒരു ഐലൻഡിൽ വെച്ച് നടന്ന പാർട്ടിയിൽ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കൂടെ കാണിക്കുന്നുണ്ട്. ആ ഒരു പാർട്ടിയിൽ അവരുടെയൊക്കെ ഡ്രിങ്ക്സിൽ ഡ്രഗ്സ് കലർത്തിയത് വേറെ ആരും ആയിരുന്നില്ല, ദോഹ്യുക്ക് തന്നെയായിരുന്നു. അങ്ങനെ ഫ്ലാഷ് ബാക്കിന് ശേഷം ദോഹ്യുക്ക് ചെയർമാൻ ബങ്ങിനെ കൊണ്ട് മാത്യു പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് വഴിയിൽ വെച്ചിട്ട് ചെയർമാൻ ഒരു ബിൽ ബോർഡ് കാണുന്നത്. ആ ബിൽ ബോർഡിൽ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ടായിരുന്നു ന്യൂസ് ഉണ്ടായിരുന്നത്. അത് കണ്ട മിസ്റ്റർ ബങ് പെട്ടെന്നൊരു കാര്യം ആലോചിക്കുകയാണ്. ഈ ഒരു ചെയർമാൻ ബങ്ങിൻ്റെ അടുത്ത് ആ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ അടുത്ത് ഒരു കിണർ ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലം വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ ദാമിയെ കാണാതെ പോയ സമയത്ത് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ നടന്ന കാര്യങ്ങളിലൊക്കെ ശരിക്കും വിഷമമുണ്ട്, പക്ഷേ നിങ്ങളെ ദാമിയെ ഉറപ്പായിട്ട് ഞാൻ മുന്നിലെത്തിച്ചിരിക്കും. അത് ശരിക്കും അവൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും മരിച്ചെങ്കിലും നിങ്ങളുടെ മുന്നിൽ അവളെ ഞാൻ എത്തിച്ചിരിക്കും എന്നൊരു വാക്കും കൂടി ഈ ഒരു ചെയർമാന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഈ ഒരു കാര്യങ്ങൾക്ക് ചെയർമാൻ അധികം സംശയങ്ങളൊന്നും തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചെയർമാന് ശരിക്കും ആ ഒരു കാര്യത്തിൽ ചില സംശയങ്ങൾ തോന്നുകയാണ്. അങ്ങനെ ഈ ഒരു കൊണ്ടുപോകാമെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകണം എന്ന് ചെയർമാൻ ദോഹ്യുക്കിൻ്റെ അടുത്ത് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ദോഹ്യുക്കിന് അതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ കൂടി ചെയർമാൻ പറഞ്ഞതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാനായിട്ട് തന്നെ ദോഹ്യുക്ക് തീരുമാനിക്കുകയാണ്. കൂടാതെ കങ്ങിനെ വിളിച്ചിട്ട് ആ ഒരു ലൊക്കേഷൻ മാറിയ കാര്യവും ദോഹ്യുക്ക് അറിയിക്കുന്നുണ്ട്. പിന്നീട് ബാക്കിയുള്ള 6 പേര് ഡിസ്കസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അവർക്ക് മനസ്സിലായി, അതായത് ചെയർമാനെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട് അവരെ യൂസ് ചെയ്യിക്കുകയായിരുന്നു എന്നുള്ള കാര്യം. അവർ 7 പേരിലുള്ളിൽ ഒരു ചാരൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി അവർ മനസ്സിലാക്കുകയാണ്. എല്ലാവരുടെയും സംശയം നേരെ ദോഹ്യുക്കിൻ്റെ എതിരെ തിരിയുകയാണ്. കാരണം ഈ ഒരു സമയം മുഴുവൻ ദോഹ്യുക്ക് മറ്റെവിടെയോ ആയിരുന്നു, ഇവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് റാഹി ഒരു കാര്യം പറയാണ്, അതായത് ചെയർമാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്ന സമയത്ത് ചെയർമാൻ്റെ ദേഹത്ത് അവളൊരു ട്രാക്കർ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയർമാനെയും കൊണ്ട് ദോഹ്യുക്ക് ആ ഒരു കിണറുണ്ടായിരുന്ന ആ ഒരു സ്ഥലത്തേക്ക്, ആ ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് തന്നെ പോവുകയാണ്. ദോഹ്യുക്ക് അവിടെ എത്തിയ സമയത്ത് പെട്ടെന്ന് ജിൻമോയുടെ കോൾ വരികയാണ്. നീ എവിടെയാണെങ്കിലും പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ജിൻമോ ദോഹ്യുക്കിനെ വിളിക്കുകയാണ്. ചെയർമാൻ ദോഹ്യുക്കിനോട് പൊക്കോളം പറയുന്നുണ്ട്. നീ പോയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിൻ്റെ അടുത്ത് സംശയമാവും എന്ന് ചെയർമാൻ പറയുന്നതിനെ തുടർന്ന് ദോഹ്യുക്ക് അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ചെയർമാൻ ആ ഒരു കിണറിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു കമ്പ് കുത്തി വെച്ചിരിക്കുന്നതായിട്ട് കാണുകയാണ്. ആ കമ്പിൽ ദാമിയുടെ ആ ഒരു ബോബിൾ ക്യാപ്പ് ഹാങ് ചെയ്ത് കിടക്കുന്നതായിട്ടും കൂടി അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. ആ ഒരു കിണറിൻ്റെ കൂടുതൽ അടുത്തേക്ക് പോകുന്ന മിസ്റ്റർ ബങ് മനസ്സിലാക്കുകയാണ് ആ ഒരു കിണറിൻ്റെ ഉള്ളിൽ ആരുടെയോ ഒരാളുടെ ബോഡി അസ്ഥികൂടമായിട്ട് മാറിയിരിക്കുന്നതായിട്ട് കാണുകയാണ്. അത് കണ്ടിട്ട് ചെറുതായിട്ട് പേടി വരുന്നുണ്ടെങ്കിലും അദ്ദേഹം അത് കിണറിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. ആ ഒരു ബോഡിയിൽ ബങ്ദാമി എന്ന നെയിം പ്ലേറ്റും ഉണ്ടായിരുന്നു. കൂടാതെ എന്തോ ഒരു ടൈമറും കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയർമാന് മനസ്സിലാവുകയാണ് ആ ഒരു ബോഡി ദാമിയുടെ ആയിരുന്നു. ആ
അവൾ ശരിക്കും മരിച്ചുപോയി എന്നുള്ള കാര്യം. ശരിക്കും ഈ ഒരു കാര്യത്തിൽ ആർക്കും അധികം ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല ദാമി മരിച്ചു എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇപ്പോഴാണ് ചെയർമാന് ശരിക്കും വിശ്വാസമാവുന്നത് ദാമി പോയി എന്നുള്ള കാര്യം. ഒരു ചെറിയ ഹോപ്പെങ്കിലും അവർക്കുണ്ടായിരുന്നു ദാമി തിരിച്ചു വരും എന്നുള്ളത്. പക്ഷേ ഇപ്പം അദ്ദേഹം ശരിക്കും സങ്കടത്തിലാവുകയാണ്. അവിടെ ഇരുന്ന് വല്ലാണ്ട് ആ ഒരു ബോഡി വെച്ച് നിന്ന് കരയാണ്. പിന്നീട് ജിൻമോയുടെ അടുത്തേക്ക് ദോഹിക്ക് വന്ന സമയത്ത് ദോഹിക്കിനെ കൂട്ടിയിട്ട് എല്ലാവരും ചെയർമാൻ്റെ സ്ഥലം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് ബാക്കിയുള്ളവർ കാണാതെ ദോഹിക്ക് നേരെ കങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ചെയർമാൻ്റെ ലൊക്കേഷൻ ഇവർ കണ്ടുപിടിച്ചു, അങ്ങോട്ടേക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ചെയർമാനെ അവിടെ നിന്ന് മാറ്റണം എന്ന് വാൺ ചെയ്യാണ് ദോഹിക്ക്. അതിനുശേഷം പിന്നീട് ചെയർമാനെ തന്നെയാണ് കാണിക്കുന്നത്. ദാമിയുടെ ബോഡിക്ക് പകരമായിട്ട് അവിടെ ദാമിയുടെ ആത്മാവിനെ കാണുന്നതായിട്ട് ചെയർമാൻ ബങ്ങിന് തോന്നുകയാണ്. അവളെ അങ്ങനെ നേരിട്ട് കണ്ട സന്തോഷത്തിൽ ചെയർമാൻ അവളുടെ അടുത്ത് ക്ഷമ ചോദിക്കുകയാണ്. നിന്നെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഒരുപാട് വൈകി മോളെ എന്നൊക്കെ പറഞ്ഞ് വളരെയധികം സങ്കടത്തിൽ അദ്ദേഹം അവിടെ നിന്ന് കരയാണ്. അങ്ങനെ ആ 7 പേരും ആ ഒരു ലൊക്കേഷനിലെത്തിയിട്ട് കുറച്ച് ദൂരെ മാറി നിന്നിട്ട് മിസ്റ്റർ ബങ്ങിനെ നോക്കുകയാണ്. അദ്ദേഹം ഏതൊരു സ്കെലിറ്റൻ്റെ അടുത്ത് ഇരിക്കുന്നതായിട്ട് അവർ ശ്രദ്ധിക്കുകയാണ്. കൂടാതെ അതിൻ്റെ അടുത്തായിട്ട് ഒരു ടൈമർ വെച്ചിട്ടുള്ളതായിട്ടും കാണുകയാണ്. അങ്ങനെ അവർക്ക് മനസ്സിലാക്കുകയാണ് അതൊരു ടൈം ബോംബാണെന്നുള്ള കാര്യം. ഇത് കണ്ട ദോഹിക്ക് പെട്ടെന്ന് കങ്ങനെ മെസ്സേജ് ഇടുകയാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരരുത്, ഇവിടെ ഒരു ടൈം ബോംബ് ഫിക്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ദോഹിക്ക് ഇങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിലും മാത്യു സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. മാത്യു എത്രയും പെട്ടെന്ന് ചെയർമാനെ രക്ഷിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരവിടെ എത്തിച്ചേരുന്നുണ്ട്. അവിടെ എത്തിയിട്ട് പുറത്തിറങ്ങാൻ നേരത്ത് ചെയർമാൻ അവരോട് പറയുകയാണ്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരരുത്, ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ചെയർമാൻ അങ്ങനെ വരരുത് എന്ന് പറയുന്നത് അവിടെ നിന്ന് ജിൻമോ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ ആർക്കാണ് ഇങ്ങനെ പറയുന്നതെന്നുള്ള കാര്യം മാത്രം അവിടെ ഉണ്ടായിരുന്നവർ കാണുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മിസ്റ്റർ ബങ്ങിൻ്റെ സങ്കല്പത്തിലുള്ള ദാമിയുടെ ആത്മാവ് അദ്ദേഹത്തിനോട് പറയുകയാണ് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പൊക്കോളാൻ. പക്ഷേ ചെയർമാൻ പറയുകയാണ്, ഒരിക്കലുമില്ല, ഞാനിവിടെ നിൻ്റെ കൂടെ ഇരുന്ന് മരിക്കും, ഞാൻ ഇവിടെ മരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ പ്ലാൻസ് ഒന്നും നടക്കില്ല, നിനക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രതികാരം വീട്ടാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ആ ഒരു ബോംബ് ബ്ലാസ്റ്റായിട്ട് ചെയർമാൻ ബങ് അവിടെ ആ ഒരു സ്പോട്ടിൽ മരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ജീമാൻ കെയെ ഫോൺ ചെയ്തിട്ട് മിസ്റ്റർ ബങ് മരിച്ച കാര്യം അറിയിക്കുകയാണ്. കൂടാതെ കെയെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് അയാൾ പറയാണ് എല്ലാം നിൻ്റെ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് നടക്കുന്നതെന്ന്. അങ്ങനെ കെ സന്തോഷിച്ചിട്ട് അവൻ സ്വയം പറയാണ്, ആ ഒരു കിളവൻ കുറച്ച് നാൾ അധികം ജീവിച്ചല്ലോ, ഞാൻ പ്രതീക്ഷയിലും കൂടുതൽ അയാൾ ജീവിച്ചു, ഇത്ര ആയുസൊന്നും അയാൾക്ക് ഞാൻ വിധിച്ചിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് സീനിൽ കാണിക്കുന്നത് തിക്കിത്തക്കയുടെ ആ ഒരു ഓഫീസിൽ സെർവർ ഹാക്ക് ആവുകയാണ്. കൂടാതെ എല്ലാ കമ്പ്യൂട്ടേഴ്സിലും കെയുടെ ഫോട്ടോ വരികയാണ്. അതിന് താഴെയായിട്ട് ഒരു അടിക്കുറിപ്പും കൂടെ ഉണ്ടായിരുന്നു, വെൽക്കം ലിവിസോ. അങ്ങനെ ഈ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.